ഇടുക്കി UDFിൽ പൊട്ടിത്തെറി. തൊടുപുഴ നഗരസഭാ ഭരണം LDFിന്. CPMന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതായത് തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെയാണ് LDF ഭരണം പിടിച്ചിരിക്കുന്നത്. സബീന ബിഞ്ചുവിന് 14 വോട്ടുകളാണ് ലഭിച്ചത്. കോൺഗ്രസിലെ K ദീപകിന് 10 വോട്ടുകളാണ് ലഭിച്ചത്. 5 ലീഗ് കൗൺസിലർമാർ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങൾ സാലി നൽകും. സാലി, വലിയ കയ്യാങ്കളിയിലേക്കും വാക്കേറ്റത്തിലേക്കുമൊക്കെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം PJ ജോസഫ് നേരിട്ട് ഇടപെട്ടിട്ട് കൂടി ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. സ്ഥാനാർത്ഥികൾ ഒരു മുന്നണിയിൽ തന്നെ 2 സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ അഭിമാന പ്രശ്നം കൂടിയാണ്. എന്താണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ? അതായത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ UDFിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. കാരണം 2 കൂട്ടരും, കോൺഗ്രസും മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചു. അത് LDFന്റെ വിജയത്തിനിടയാക്കി എന്നുള്ളതാണ് സാങ്കേതികമായ കാര്യമെങ്കിലും 5 ലീഗ് അംഗങ്ങൾ ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് UDFിൽ വലിയ കലാപത്തിന് വഴിവെച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് CP മാത്യു അടക്കമുള്ളവർ കടുത്ത പ്രതിഷേധം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വെച്ച് ലീഗ് നേതാക്കൾക്കെതിരെ ഉയർത്തി. ചതിയൻ ചന്തുവിന്റെ പണിയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്തത് എന്നാണ് CP മാത്യു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വലിയ പൊട്ടിത്തെറിയിലേക്ക് UDFിനുള്ളിൽ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അതായത് 35 അംഗ കൗൺസിലാണ് തൊടുപുഴ നഗരസഭയിലുള്ളത്. അതിൽ 34 പേർക്കാണ് വോട്ടവകാശമുള്ളത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരാളുടെ വോട്ട് ഒരാൾക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടതിനകത്ത് 34 പേരാണ് ഇന്ന് വോട്ട് ചെയ്യേണ്ടിയിരുന്നത്. LDFിന് അതിൽ 12 മാത്രമാണുള്ളത്. UDFിന് 13 ഉണ്ട്. BJPക്ക് 8 അംഗങ്ങളുണ്ട്. സ്വാഭാവികമായും കണക്കനുസരിച്ച് 13 അംഗങ്ങളുള്ള UDF ആണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്. UDFിന്റെ ആണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടേണ്ട ആള്. പക്ഷെ തെരഞ്ഞെടുപ്പ് ഘട്ടം എത്തിയപ്പോൾ UDFിന്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരത്തിലുണ്ടായത്. കോൺഗ്രസിലെ K ദീപക്കും മുസ്ലിം ലീഗിലെ MA കരീമും മത്സരരംഗത്തെത്തി. ഒപ്പം CPMലെ ഏരിയ കമ്മിറ്റി അംഗം സബീന ബിഞ്ചു LDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തി. വലിയ പ്രതിസന്ധിയിലേക്ക് UDFിനെ എത്തിച്ചു. BJP അടക്കമുള്ളവർ നേരിട്ട് ഇടപെട്ട് തമ്മിലുള്ള മത്സരം ഒഴിവാക്കാൻ ശ്രമം നടത്തി. സംസ്ഥാന ലീഡർഷിപ്പിനെ അടക്കം BJP ഒരു കാരണവശാലും തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന അഭ്യർത്ഥന PJ ജോസഫ് വ്യക്തിപരമായി തന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ മുന്നിൽ വെച്ചു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അതിന്മേൽ ചർച്ച നടന്നു വരികയായിരുന്നു. പക്ഷേ 2 കൂട്ടരും, കോൺഗ്രസും മുസ്ലിം ലീഗും വഴങ്ങാൻ തയ്യാറായില്ല. 2 കൂട്ടരും മത്സരരംഗത്ത് ഉറച്ചു നിന്നു. മത്സരിക്കും എന്ന നിലപാടിൽ 2 കൂട്ടരും കർശനമായ നിലപാട് സ്വീകരിച്ചു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരരംഗത്തേക്ക് രാവിലെ 10 മണിക്ക് വന്നപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിൻവാങ്ങും എന്നാണ് പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ 2 കൂട്ടരും, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ MA കരീമും K ദീപക്കും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് വോട്ടെടുപ്പ് നടന്നപ്പോൾ ആദ്യ റൗണ്ടിൽ LDFിന് 10, കോൺഗ്രസിന് 7, ലീഗിന് 6 എന്ന സ്ഥിതിക്ക് വോട്ട് ലഭിക്കുകയും 1ാം സ്ഥാനത്ത് LDF വരികയും ചെയ്തു. തുടർന്ന് 2ഉം 3ഉം റൗണ്ട് വോട്ടെടുപ്പ് വേണ്ടി വന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് ആരും എത്തതിനെ തുടർന്ന് ഒടുവിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല LDF എന്ന് മനസ്സിലായപ്പോൾ മുസ്ലിം ലീഗിന്റെ 5 അംഗങ്ങൾ LDFിന് വോട്ട് ചെയ്തുകൊണ്ട് LDFിനെ വിജയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ചെറുതല്ലാത്ത പ്രതിസന്ധിയും പ്രശ്നവും കോൺഗ്രസിനുള്ളിൽ UDFിനുള്ളിൽ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്പം മുമ്പ് DCC പ്രസിഡന്റ് CP മാത്യു കടുത്ത ഭാഷയിലാണ് ലീഗ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഇതിന്റെ പ്രതിഫലനവും പ്രതികരണവും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്നാണ് CP മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനർത്ഥം UDFിൽ വലിയ പൊട്ടിത്തെറി ഒരു നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തൊടുപുഴ നഗരസഭ എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം, തൊടുപുഴയും പരിസര പ്രദേശങ്ങളും UDFിനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷയുള്ള തുടരുക. ഇപ്പോൾ തൊടുപുഴ വെസ്റ്റ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി S. സോമൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സോമൻ, ഇവിടെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇതിൽ പ്രധാനമായും PJ ജോസഫ് നേരിട്ട് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ട് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നില്ല. വലിയ വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? UDFിന്റെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ്. ഈ സ്ഥാനമോഹത്തിന്റെ പേരിലുണ്ടായ തർക്കങ്ങളാണ്. ചെയർമാൻ സ്ഥാനം കൈക്കലാക്കാൻ വേണ്ടി ലീഗും കോൺഗ്രസും അതുപോലെ തന്നെ കേരള കോൺഗ്രസും എല്ലാം നടത്തിയ ശ്രമങ്ങൾ അവസാനം വലിയ സംഘർഷത്തിൽ എത്തിച്ചേർന്നു. ലീഗിന്റെ പ്രതിനിധിയായി MA കരീം മത്സരിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധിയായി ദീപക് മത്സരിച്ചു. BJP പ്രതിനിധിയും CPMന്റെ സബീന ബിഞ്ചുവും മത്സരിച്ചു.
ആദ്യ റൗണ്ട് മത്സരത്തില് LDF-ന് 10 വോട്ടും UDF-ന് 9 വോട്ടും ലഭിച്ചു. രണ്ടാമത്തെ അതിനുശേഷം നടന്ന 3-4 സ്ഥാനം കിട്ടിയ ആളുകളെ ഒഴിവാക്കി നടത്തിയ രണ്ടാം ഘട്ട മത്സരത്തിൽ LDF-നോടൊപ്പം ലീഗിലെ 5 കൗൺസിലർമാരും കൂടി വോട്ട് ചെയ്തു. അങ്ങനെയാണ് LDF-ന് ഭരണം കിട്ടിയത്. LDF-ന്റെ വളരെ കൃത്യമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോ മുൻ ചെയർമാൻ രാജിവെക്കേണ്ട ചെയർമാനെ സംബന്ധിച്ച് അഴിമതി ആക്ഷേപം വന്ന സാഹചര്യത്തിൽ ചെയർമാനോട് രാജിവെക്കാനാണ് ഇടതുപക്ഷ CPM-ഉം LDF-ഉം ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ചെയർമാൻ രാജിവെക്കാൻ സന്നദ്ധനായില്ല. ആ സാഹചര്യത്തിൽ LDF തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. അവിശ്വാസത്തെ എല്ലാവരും പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ ഫലമായി ചെയർമാൻ രാജിവെക്കാനുണ്ടായത്. അതിനുശേഷം നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിലാണ് LDF-ലെ CPM-ലെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സബീന ബിഞ്ചു ചെയർപേഴ്സണായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ സോമൻ, ഇനിയിപ്പോൾ 1 വർഷം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം തർക്കങ്ങൾ അതിരൂക്ഷമാകാനാണ് സാധ്യത. കാരണം ജോസഫ് അടക്കം നടത്തിയ ഇടപെടലുകളൊന്നും ഫലം കണ്ടില്ല. ജോസഫിന്റെ ഒരു കൗൺസിലർ മാത്രമാണ് ജോസഫ് ജോൺ എന്ന് പറയുന്ന ഒരു കൗൺസിലർ മാത്രമേ ഉള്ളൂ. ആ ജോസഫ് ജോൺ ആദ്യ റൗണ്ടിലെ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. അദ്ദേഹം വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. രണ്ടാം റൗണ്ടിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അപ്പൊ UDF-നകത്ത് വലിയ തോതിലുള്ള തർക്കങ്ങളാണ്. PJ ജോസഫും അതുപോലെ തന്നെ DCC പ്രസിഡന്റ് CP മാത്യുവും ഒക്കെ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല. അവസാനം അവർ തമ്മിൽ മത്സരിക്കുന്നിടത്തേക്കും തർക്കങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിന് ശേഷം റോഡിൽ കിടന്ന് അടിയുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ശ്രീ സോമൻ, അഴിമതി ആരോപണം, അതോടൊപ്പം തന്നെ ഇപ്പോൾ പരസ്യമായി തെരുവിൽ ഏറ്റുമുട്ടുക, ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. സ്വാഭാവികമായും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ മുന്നണിക്കുള്ളിലെ തർക്കം കൂടുതൽ രൂക്ഷമാവുകയും ഇത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് PJ ജോസഫിനെ എത്തിക്കുകയൊക്കെ ചെയ്യില്ലേ? പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന ഒരു സാഹചര്യം. അതിലൊരു സംശയവും വേണ്ട. 2 വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പും 1 വർഷത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. UDF-ന് ഒരു കാര്യത്തിലും യോജിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് സ്ഥാനത്തെ സംബന്ധിച്ച് മാത്രമാണ് തർക്കം. അപ്പൊ ഇത് പരിശോധിച്ചാൽ നമുക്ക് അഴിമതിക്കെതിരെ വലിയ സമരമാണ് കോൺഗ്രസ് നടത്തിയത് എന്ന് പ്രഖ്യാപിച്ച് സനീഷ് ചോദ്യ രാജിവെക്കാൻ വേണ്ടി വലിയ സമരങ്ങൾ അവർ സംഘടിപ്പിച്ചു. ആ സമരത്തിൽ സമരം സംഘടിപ്പിച്ചവർ ഇന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച ദീപക്, അദ്ദേഹം ആണ് തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ. ആ തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഈ സനീഷ് ജോർജിന്റെ ഭാര്യയെ താൽക്കാലികമായി നിയമനം കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏറെ അഴിമതിയാണെങ്കിലും കുഴപ്പമില്ല, തങ്ങൾക്ക് സ്ഥാനം ലഭിക്കണമെന്നതിനപ്പുറത്ത് മറ്റു ചിന്തയൊന്നും ഇവരെ സംബന്ധിച്ച് അലട്ടുന്നില്ല. ഇവര് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF-നെ യോജിപ്പിച്ച് നിർത്താനോ ഇന്ന് ജോസഫിന് കഴിയുന്ന യാതൊരു സാഹചര്യവും തൊടുപുഴയെ സംബന്ധിച്ചില്ല. ശ്രീ സോമൻ, ഇനി സ്വാഭാവികമായും ഇനി ലീഗിൻ്റെ മുതിർന്ന നേതാക്കളടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമൊക്കെ ഇടപെട്ടാലെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരിഹാരം പ്രതീക്ഷിക്കാമോ? അതോ ഇത്തരത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ വളരെ ശത്രുതാപരമായ ഒരു നിലപാടിലേക്ക് നീങ്ങിയത് മാത്രമല്ല, മുനിസിപ്പൽ ഓഫീസിന്റെ മുമ്പിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ശ്രീ സോമൻ, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഒരു മുന്നണിയിൽ തന്നെ 2 സ്ഥാനാർത്ഥികൾ എന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കില്ല. ഇപ്പോൾ തള്ളിക്കളയാനാവുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ TR സോമൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി TR സോമനാണ് പ്രതികരിച്ചത്. വീണ്ടും സാലിയിലേക്ക് തന്നെ പോവുകയാണ്. സാലി, ഇപ്പോൾ TR സോമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയ കയ്യാങ്കളിയിലേക്കും വലിയ പ്രശ്നത്തിലേക്കും, അതായത് ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും 2 പാർട്ടികൾ, ഒരു മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ 2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികളൊക്കെ കടന്നു വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതോടൊപ്പം തന്നെ വലിയ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ പാർട്ടിയുടെ ഒരു കെട്ടുറപ്പിനെ തന്നെ അല്ലെങ്കിൽ അത് ശിഥിലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് TR സോമൻ സൂചിപ്പിച്ചത്. വലിയ പ്രതിസന്ധി ഇത് സൃഷ്ടിക്കും ഈ മണ്ഡലത്തിൽ, ജില്ലയിലും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടുകൾ നിർണായകമായി വരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇത്തരത്തിൽ പരസ്പരം മത്സരിക്കുകയും പരസ്പര സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് UDF മാറുന്നു എന്നുള്ളത്
ചെറുതല്ലാത്ത പ്രതിസന്ധി UDF-ന് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രശ്നം കുറെ ദിവസങ്ങളായി UDF-ൽ നിലനിൽക്കുന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞതുമല്ല, കുറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. പക്ഷെ ആ പ്രശ്നവും തർക്കവും പരിഹരിക്കാൻ സ്റ്റേറ്റ് ലീഡർഷിപ്പ് നേരിട്ട് ഇടപെട്ടിട്ടും നടന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും മത്സരിക്കട്ടെ, കോൺഗ്രസ് മത്സരിച്ചാലും എന്ന തീരുമാനം മുസ്ലിം ലീഗിന്റെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നതല്ല. മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് അടക്കം മുൻകൈ എടുത്തൊരു തീരുമാനമാണ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം വേണം എന്നുള്ളത് ലീഗിന്റെ സംസ്ഥാന ലീഡർഷിപ്പിന്റെ തന്നെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിനൊപ്പമാണ് ലീഗിന്റെ കൗൺസിലർമാർ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഈ പ്രതിസന്ധി ആഴത്തിൽ വർദ്ധിപ്പിക്കാൻ കാരണം. അല്ലെങ്കിൽ സ്റ്റേറ്റിലെ നേതാക്കൾ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇത് തീർക്കാൻ കഴിയാതെ പോയത് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്ന് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് ലീഗിന്റെ നിർദ്ദേശം നൽകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് PJ ജോസഫ് തന്നെ നേരിട്ട് ഇടപെട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സ്റ്റേറ്റ് ലീഡർഷിപ്പുമായി ആശയവിനിമയം നടത്തിയെങ്കിൽ പോലും ഇരു കൂട്ടരും വഴങ്ങാത്ത സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഇത് ചെറുതല്ലാത്ത പ്രശ്നമാണ്. ഈ തർക്കം ചെറുതല്ല, ഉടനെ പരിഹരിക്കപ്പെടുന്നതുമല്ല. കേവലമായ ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തെ ചൊല്ലി ഉണ്ടായ തർക്കവും അല്ലെങ്കിൽ ക്രോസ് വോട്ടിങ്ങുമായി ഇതിനെ ചെറുതായി കാണേണ്ടതില്ല എന്നാണ് ഈ ജില്ലയിലെ ഇടുക്കിയിലെയും തൊടുപുഴയിലെയും പ്രാദേശിക രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവുക. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം UDF-ന് ഉള്ള ഏക നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് തൊടുപുഴയാണ്. ആ മണ്ഡലത്തിൽ പോലും ഒരു നഗരസഭാ ഭരണം നിലനിർത്താനോ അല്ലെങ്കിൽ ഉള്ള ഭൂരിപക്ഷത്തിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ UDF-ന് കഴിയാത്ത തരത്തിൽ അതിന്റെ ആഭ്യന്തര സംഘർഷങ്ങൾ, അസ്വാരസ്യങ്ങൾ വളർന്നു വന്നിരിക്കുന്നു. അത് തെരുവിലേക്ക് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പം മുമ്പ് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞ ലീഗ് നേതാക്കൾ ചെയ്തത് ചതിയൻ ചന്തുവിന്റെ പണിയാണ്, ഇതിനുള്ള പണി ഞങ്ങൾ തിരിച്ചു കൊടുത്തോളാം എന്നാണ് CP മാത്യു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനർത്ഥം ഇത് ഇവിടെയൊന്നും അവസാനിക്കില്ല. DCC പ്രസിഡന്റ് പറഞ്ഞത് ഇതിനുള്ള പണി ഞങ്ങൾ തിരിച്ചു ചെയ്തോളാം എന്ന് പറയുന്നത് 1.5 വർഷത്തിനകം നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനി അല്ലെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിയമസഭയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ PJ ജോസഫ് നേരിട്ട് ഇടപെട്ട് അതിൽ ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാലി, ഇപ്പോൾ DCC പ്രസിഡന്റ് പോലും ഇത്തരത്തിൽ പറഞ്ഞു ചതിയൻ ചന്തുവിൻ്റെ പണിയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ദ്വയാർത്ഥം തന്നെയാണ് അതിലുള്ളത്. എന്നിരുന്നാലും ഇനിയിപ്പോൾ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കാൻ ആകില്ല. അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം അത് സംബന്ധിച്ച് എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്ത് നടപടികളിലേക്ക് കടക്കാനാകും തീരുമാനം? PJ ജോസഫുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും മറ്റു നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. കാരണം താൻ തന്നെ PJ ജോസഫിനെ പോലെ UDF-ലെ ഏറ്റവും സീനിയറായ നേതാക്കളുടെ ഒരാളാണ് PJ ജോസഫ്. അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ഇത്തരമൊരു ലോക്കൽ ബോഡി, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നഗരസഭയിൽ ഉണ്ടായ തർക്കം പരിഹരിക്കണം എന്ന് ഇരു പാർട്ടികളുടെയും സംസ്ഥാന ലീഡർഷിപ്പിനോട് PJ ജോസഫ് വ്യക്തിപരമായി ആവശ്യപ്പെട്ടു, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും. പക്ഷേ ഇരു കൂട്ടരും വഴങ്ങാൻ തയ്യാറായില്ല എന്നതിൽ അങ്ങേറ്റ അസ്വസ്ഥനാണ് PJ ജോസഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഏതെങ്കിലും തരത്തിലുള്ള കർശന നിലപാടായി പുറത്തുവരും എന്ന സൂചന ചില ജോസഫ് വിഭാഗത്തിലെ മറ്റു ചില നേതാക്കളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനർത്ഥം UDF-ൽ ചെറുതല്ലാത്തൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ PJ ജോസഫും മറ്റു നേതാക്കളും ഇൻവോൾവ് ആയ ഒരു സംഭവം എന്ന നിലയ്ക്ക് ഇതൊരു കേവലം ജില്ലയിലെയോ ഒരു നഗരസഭയിലെയോ ഇഷ്യൂ ആയി തീരില്ല. PJ ജോസഫ് വ്യക്തിപരമായി ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സ്റ്റേറ്റ് ലീഡർഷിപ്പിനോട് സംസാരിച്ചതാ. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനോടും ഈ വിഷയം പരിഹരിക്കണം എന്ന് നിർദ്ദേശിച്ചതാണ്. പക്ഷേ അതിന് രണ്ടു കൂട്ടരും വഴങ്ങിയില്ല എന്നതിൽ PJ ജോസഫ് വ്യക്തിപരമായി വളരെ അസ്വസ്ഥനാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ പ്രതികരണമായി ഉടനെ PJ ജോസഫിൽ നിന്നുണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. അത് ഏതെങ്കിലും പ്രാദേശികമായ ഒരു പ്രശ്നമായി തീരില്ല. UDF-ന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വരെ എത്തിച്ചേരുന്ന ഒരു ആഭ്യന്തര പ്രശ്നമായി മാറാൻ പോകുന്നു. വ്യക്തമാണ്. ഏതായാലും PJ ജോസഫിന്റെ പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. CPM-ന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. വിശദമായ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.